ഡോക്ടറാകാൻ നിർബന്ധം പിടിച്ച അച്ഛനെ മകൻ വെടിവെച്ചു കൊന്നു. മൃതദേഹം കഷ്ണങ്ങളാക്കി വീപ്പയിലടച്ചു. സഹോദരി സാക്ഷി. ഉത്തർപ്രദേശിലെ ആഷ്യാനിൽ നടന്ന സംഭവം. സ്വന്തം അച്ഛനെ കൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയ കേസിലാണ് ഈ മകൻ അറസ്റ്റിലാവുന്നത്. ഉത്തർപ്രദേശിലെ ആഷിയാനയിൽ മരുന്ന് കച്ചവടവും മദ്യവ്യാപാരവും നടത്തിയിരുന്ന ഒരു വ്യവസായി മൻവേന്ദ്ര സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 49 വയസ്സാണ്. ഇദ്ദേഹത്തെയാണ് മകൻ അക്ഷത് പ്രതാപ് സിംഗ്, 21 വയസ്സ് മാത്രമാണ് അവന്റെ പ്രായം, കൊന്നുകളഞ്ഞത്. വെള്ളിയാഴ്ച മുതൽ ഈ മൻവേന്ദ്ര സിംഗിനെ കാണാനില്ല എന്ന് പരാതിയുണ്ടായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിനുള്ളിൽ തന്നെ ഒരു നീല ബാരലിൽ, ഒരു വീപ്പയിൽ നിന്ന് മൃതദേഹത്തിന്റെ കഷ്ണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹത്തിന്റെ മകൻ കുറ്റം സമ്മതിക്കുന്നത്. കൈയും കാലും വയറിന്റെ ഭാഗവും തൊടഭാഗവും എല്ലാം വെവ്വേറെയാക്കി മുറിച്ചു മാറ്റിയിരുന്നു. കുറച്ചേറെ കഷ്ണങ്ങൾ വീടിന് പുറത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. ചില ഭാഗങ്ങൾ ആസിഡ് ഉപയോഗിച്ച് നശിപ്പിക്കാനും ശ്രമമുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം. देखे फिर ये पोर्शन और ये पोर्शन दोनों कटा पड़ा, ड्रम में डाला गया. ड्रम में तेजाब भी डाला गया था. 4-5 बोतल तेजाब भी पड़ी थी गैलन की. ये पोर्शन दोनों ये जो है सर यहीं पड़ा था. ट्रांसपोर्ट नगर लड़का अपने गाड़ी से ले जाके ट्रांसपोर्ट नगर ले जाकर शव को जलाया था. മത്സര പരീക്ഷകൾ എഴുതി ഡോക്ടറാകണം എന്നുള്ളതായിരുന്നു പിതാവിന്റെ നിർബന്ധം. ഇങ്ങനെ തുടർച്ചയായി നിർബന്ധിച്ചതാണ് ഒരു കൊലപാതകത്തിലേക്ക്, അത് സ്വന്തം അച്ഛനെ കൊല്ലാൻ കാരണമെന്ന് ആ മകൻ പോലീസിനോട് പറഞ്ഞു. ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ പതിവായി തർക്കമുണ്ടാകാറുണ്ട് ആ വീട്ടിൽ. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഈ അച്ഛനെ കാണാതായത് എന്ന് പറയുന്നുണ്ടല്ലോ. അന്ന് വൈകിട്ടും ഒരു തർക്കം നടന്നു ഇതേ പേരിൽ തന്നെ. ആ തർക്കത്തിനൊടുവിൽ അക്ഷത് പിതാവിനെ വെടിവെച്ചു കൊന്നു. അങ്ങനെ മരണം ഉറപ്പാക്കിയ ശേഷം ഈ മൃതദേഹം കഷ്ണങ്ങളാക്കി വീട്ടിലെ ഒരു നീല ബാരലിലേക്ക് മാറ്റി. അവന്റെ സഹോദരി, അതായത് കൊല്ലപ്പെട്ട ഈ പിതാവിന്റെ മകൾ, അവൾ കണ്ടു കൊലപാതകം. പക്ഷേ അക്ഷത് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പുറത്താരോടും അവൾ പറഞ്ഞില്ല, നിശബ്ദയായിരുന്നു അവൾ. മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിക്കുന്ന സമയത്താണ് ഈ സഹോദരി ആ കാഴ്ച കാണുന്നത്. പിന്നീട് പോലീസ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണി കൊണ്ടാണ് ഞാൻ ഈ കൊലപാതകത്തെക്കുറിച്ച് മറ്റാരോടും പറയാതിരുന്നത് എന്ന്. ഈ അച്ഛനും ഈ മകനും തമ്മിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ തർക്കങ്ങളും ഉച്ചത്തിലുള്ള സംസാരവും ഒക്കെ കേട്ടാൽ പലപ്പോഴും ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ ഇത്തവണ അക്ഷത് എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. प्री प्लान मर्डर है. बेटे ने पहले से सारी व्यवस्थाएं कर रखी थी. बैग खरीद के रखा हुआ था और काटने पीटने का सामान रखा था. राइफल लोड करके रखी थी उसने. पिता आया, कोई बातचीत हुई, उसने राइफल से गोली मार दी. प्री प्लान मर्डर है. अब ये चीजें तो वही ओपन कर पाएगा कि किस कारण से उसने गोली मारी है. जिस तरीके से बताया जा रहा है, जो अभी तक इन्वेस्टिगेशन में निकल सामने है कि 20 फरवरी की रात 2 बजे पिता और बेटे में कहासुनी शुरू हुई. इसमें क्या जानते हैं? वो तो कहासुनी होती रहती थी. कभी एजुकेशन को, पढ़ाई के लेकर के वो कह रहे थे कि आप तैयारी करो. ये पढ़ने में ध्यान नहीं देता था, कहता नहीं हमें पढ़ना नहीं है, बिजनेस करना है. तो वो कहासुनी तो होती रहती थी. मोहल्ले वाले भी सुनते रहते थे, हम लोगों को भी जानकारी होती थी. तो कहासुनी होती रहती थी. ये आम बात है. उसमें कोई बेटा मर्डर नहीं कर सकता. ഫോറൻസിക് സംഘം വീട്ടിലെത്തി തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. എന്നാലും അക്ഷത്ത് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൂടുതൽ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് DCP വിക്രാന്ത് ബീർ പറയുന്നത്. എന്നാലും പോലീസ്
അന്വേഷണം എല്ലാ തരത്തിലും ഊർജിതമാക്കിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളിലേക്ക് പോലീസ് ഉടൻ കടക്കുകയും ചെയ്യും. देखिए, थाना आशियाना पे एक गुमशुदगी दर्ज की गई थी कि मानवीर सिंह हैं, जिनकी उम्र लगभग 49 साल है। वो 20 तारीख की सुबह से अपने घर से गायब हैं। इस सिलसिले में पुलिस जांच कर रही थी और इस संबंध में ये खुलासा हुआ है कि उनका जो पुत्र है अक्षत, उन्होंने ही अपने पिता की हत्या एक राइफल से घर में ही कर दी थी, गोली चलाकर। और बाद में उसने शव को हटाने के लिए साक्ष्य छुपाने की कोशिश भी की, जिसके क्रम में उसने कुछ बॉडी पार्ट्स को कट करके कहीं फेंक भी दिया है। और जो धड़ है वो घर से ही बरामद हुआ है। और इस सिलसिले में हम लोगों ने घटनास्थल का निरीक्षण भी किया है और मौके पे फोरेंसिक टीम आ गई है, जो साक्ष्य संकलन कर रही है और जो अग्रिम विधि कार्रवाई इसमें जारी है। ആ മൃതദേഹത്തിന്റെ പല ഭാഗങ്ങൾ പലയിടങ്ങളിലായി കുറച്ചൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൽ എല്ലാ ഭാഗങ്ങളും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചിലതൊക്കെ കത്തിക്കാനും ആ മകൻ ശ്രമം നടത്തി. എന്തായാലും തെളിവുകളെല്ലാം പരമാവധി ശേഖരിക്കുകയാണ് പോലീസ് സംഘം. ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയും എന്ന് തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് അതും ആരുടേതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല പോലീസ്. ഒരുപക്ഷേ രാജ്യത്തെ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും ഉയർന്ന ക്ലാസ്സിലേക്ക് പഠനം നടത്തുന്ന മക്കളുള്ള മാതാപിതാക്കളെങ്കിലും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചില മക്കളെയെങ്കിലും മാറി ചിന്തിപ്പിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.